നമ്മോടൊപ്പം UDF കൺവീനർ ബെന്നി ബെഹനാൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. സാർ, ലോക്സഭ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ LDF അവരുടെ സ്ഥാനാർത്ഥികൾ ആയിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ BJPയുടെയും ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നത്? UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം 2 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. UDFൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു. RSPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം സ്വാഭാവികമായിട്ടും ഡൽഹിയിലാണ് അന്തിമമായി തീരുമാനമെടുക്കുന്നത്. നാളെ സ്ക്രീനിങ് കമ്മിറ്റി വെച്ചിരിക്കുന്നു. മറ്റന്നാൾ ഇലക്ഷൻ കമ്മിറ്റി കൂടും. 12-ാം തീയതിക്കുള്ളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണ്ണമാകും. 12-ാം തീയതിയോടുകൂടി ജനാധിപത്യ മുന്നണിയുടെ ഫുൾ പാനൽ 12-ാം തീയതിയോട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് വൈകിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാർ, ചാലക്കുടി മണ്ഡലത്തിൽ സാർ UDF കൺവീനറിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലൊരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ മത്സരിക്കും? ഇപ്പോൾ കാണുന്നതെല്ലാം ഊഹാപോഹങ്ങളാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ സജീവമായ ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പല പേരുകളും പലയിടത്തും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേര്, എൻ്റെ പേര് വന്നത് ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നും പേര് വന്നതല്ല. അന്തിമമായി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്താണെങ്കിലും അത് അംഗീകരിക്കേണ്ട അനുസരണയുള്ള ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ പ്രവർത്തിക്കും. നിലവിൽ സിറ്റിംഗ് MPമാർ, അതായത് എറണാകുളത്താണെങ്കിൽ KV തോമസ്, ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? സിറ്റിംഗ് MPമാരുടെ കാര്യത്തെക്കുറിച്ച് തീരുമാനം എന്നും എടുത്തിട്ടുള്ളത് ഹൈക്കമാൻഡാണ്. ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം സിറ്റിംഗ് MPമാരുടെ അവിടെ പാനലൊന്നും അയക്കേണ്ട, അത് തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. സിറ്റിംഗ് MPമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സിറ്റിംഗ് MPമാർ ആരായിരിക്കണം, അത് മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ LDFൻ്റെ കാര്യത്തിൽ 6ഓളം MLAമാരാണ് അവർ മത്സരരംഗത്തിറക്കുന്നത്. ഈ ഒരു പ്രവണത കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മറ്റ് സ്ഥാനാർത്ഥികളെ കിട്ടാത്തത് കൊണ്ടാണല്ലോ MLAമാരെ തന്നെ സ്ഥാനാർത്ഥികളാക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഈ മത്സരിക്കുന്ന പല MLAമാരും വളരെയധികം ആക്ഷേപത്തിന് വിധേയരായവരാണ്. ഞാൻ വ്യക്തിപരമായി പേരിപ്പോൾ പറയുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഈ വലിയ ഒത്തിരി നമുക്കറിയാമല്ലോ, അതിൻ്റെ അകത്ത് കേസുകളുള്ളവർ, അതുപോലെ തന്നെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചിട്ട് ഇതുള്ളവർ, അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയരായിട്ടുള്ളവരാണ് പലരും ആ പട്ടികയിൽ സ്ഥാനാർത്ഥികളായിരിക്കുന്നത്. വ്യക്തിപരമായി ഞാനൊരു സ്ഥാനാർത്ഥിയെ വിമർശിക്കുന്നില്ല. അപ്പോൾ MLAമാരെ നിർത്തിയത് ഒരു സ്ഥാനാർത്ഥി പട്ടികയുടെ വലിപ്പമല്ല, ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയെപ്പോലുള്ള ഒരു പാർട്ടിക്ക് എത്രയും മാത്രം MLAമാരെ നിർത്തേണ്ട ഗതികേട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നതാണ് ആ പട്ടിക സൂചിപ്പിക്കുന്നത്. UDFലെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായ അതേ പാറ്റേണിൽ തന്നെയാണ് ഇനി മുന്നോട്ട് പോവുക. UDFൻ്റെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു. മുസ്ലിം ലീഗ് ഓൾറെഡി അവരുടെ സീറ്റുകൾ അനൗൺസ് ചെയ്തു, അവരുടെ സ്ഥാനാർത്ഥികൾ അനൗൺസ് ചെയ്തു. കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്നപോലെ 2 സീറ്റാണ് അവർക്ക് ലഭിച്ചത്. അത് വളരെ സൗഹാർദ്ദപരമായിരുന്നു ആ ചർച്ചകൾ. സൗഹാർദ്ദപരമായി തന്നെ ആ ചർച്ച പൂർത്തീകരിച്ചു. മറ്റ് കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ അങ്ങ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഇനിയും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അറിഞ്ഞിടത്തോളം നാളെ 10-ാം തീയതി അവരുടെ സ്ഥാനാർത്ഥികളെ അവർ തീരുമാനിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ ഇപ്പം തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കൂടുതൽ സജീവമാക്കും. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഐക്യജനാധിപത്യവും നേരിടാൻ പോകുന്നത്. ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ളത്. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ, അവർക്ക് ഈ മതേതരത്വം ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളായ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കണം. നമ്മുടെ ഭരണഘടനയ്ക്ക് സംരക്ഷണം കൊടുക്കണം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത് വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, മതേതരത്വവും വർഗീയതയും ജനാധിപത്യവും ഫാസിസവുമാണ്. RSS, സംഘപരിവാർ, BJP, മോഡി അജണ്ട, ആ കൂട്ടുകെട്ട് തകർക്കുക എന്നതാണ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം. അവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രസക്തിയും വരുന്നത്. അത് തകർക്കാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനെ നേരിടാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ തലത്തിൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മതനിരപേക്ഷ ശക്തികളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരണം എന്നതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന തലത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കാരണം 1000 ദിവസം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാതെ കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവുമായി പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും ഒരു പാഠം പഠിപ്പിക്കണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ 2 പശ്ചാത്തലവും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തികഞ്ഞ വർദ്ധിതമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചു.
ഡൽഹിയിലേക്കുള്ള യാത്രയുടെ തിരക്കിനിടയിലാണ് ബെന്നി ബെഹനാൻ നമ്മോട് പ്രതികരിച്ചത്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്.